ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് പറയുന്നത് നമ്മൾ മുഹറം 10 നോമ്പില്ലായിരുന്നു, അന്നത്തെ ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അന്ന് അത്താഴം കഴിച്ച് കണ്ട് കടന്ന് എണീറ്റപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ടല്ലേ എണീക്കുക. അപ്പോൾ എണീറ്റപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം റൂമിൽ കുറച്ച് ചാർജർ അങ്ങനെ മെസ്സായി കിടക്കുന്ന കുറച്ച് സംഭവങ്ങൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ജനവാതിലൊക്കെ ഒന്ന് തുറന്നിട്ട്, അപ്പോൾ രാവിലത്തെ ജനവാതിൽ തുറന്നിടൽ എനിക്ക് നിർബന്ധം കേട്ടോ. ഞാൻ എന്നും രാവിലെ രാത്രി എല്ലാം ഫുൾ ടൈം എൻ്റെ റൂമിൽ ജനവാതിലൊക്കെ ഓപ്പൺ ആയിരിക്കും. എനിക്ക് നല്ല പുറത്തത്തെ വായുവൊക്കെ എപ്പോഴും കിട്ടണം എന്നുണ്ട്. അതന്നെ ഒരു ഫ്രഷ്, എനിക്കിങ്ങനെ സ്മെല്ല് ഇങ്ങനെ ഉണ്ടാവുന്നൊന്നും ഇഷ്ടമല്ല. അത് കഴിഞ്ഞ് മോൻ്റെ റൂമിൽ അവിടുത്തെ ജനവാതിലിൻ്റെ കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് വെളിച്ചമൊക്കെ ഒന്ന് ഉള്ളിട്ട് കയറ്റാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് താഴെ പോയി. ഞങ്ങൾ കിടക്കുന്നതൊക്കെ മേലെയാണ് ഞങ്ങളെ റൂമിൽ. താഴെ ഉമ്മയും താത്തയൊക്കെ ഉണ്ട്, അവർ കിടക്കും. അങ്ങനെ ഹാളിൽ ജനവാതിലിൻ്റെ കർട്ടനും പൊന്തിച്ച് വെച്ചു. അപ്പോൾ ആ ടൈമാകുമ്പോൾ രാവിലെ എണീറ്റ് വന്ന് ഇങ്ങനെ എല്ലാം ഒന്ന് പൊന്തിച്ച് കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് വെച്ചിട്ട് ജനവാതിലൊക്കെ തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ആ ഒരു സ്മെല്ലൊക്കെ അടിച്ചിട്ട ഒരു സ്മെല്ലൊക്കെ അങ്ങോട്ട് പോകും. അങ്ങനെ തലേ ദിവസം കുട്ടികളൊക്കെ അങ്ങനെ സോഫയിൽ ഒന്ന് കളിച്ച് അവരൊക്കെ ആകെ മെസ്സാക്കിയിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ കുഷ്യൻസൊക്കെ അങ്ങനെയൊക്കെ ആക്കിയിട്ടപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി വെച്ച് അത് കഴിഞ്ഞ് സിറ്റൗട്ടിൽ ഡോറൊക്കെ തുറന്ന് ഒന്ന് പുറത്ത് പോയി. സിറ്റൗട്ടിൽ പുറത്ത് പോകുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര നല്ലൊരു ഫ്രഷ് ഫീലാണല്ലോ. ആ ഒരു സ്മെല്ലും ആ ഒരു നല്ലൊരു സുഖമാണല്ലോ. അപ്പോൾ രാവിലെ എണീറ്റ് ചുമ്മാ അങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സിറ്റൗട്ടിൽ പോയി നിന്ന് ഇങ്ങനെ ചെടികളൊക്കെ ഒന്ന് നോക്കിയെന്ന് അങ്ങനെ വന്ന് അത് കഴിഞ്ഞിട്ടാണ് മുറ്റടിച്ചു വരാൻ വേണ്ടി നേരെ ഇറങ്ങിയത്. മുറ്റം അത്യാവശ്യം ഇന്ന് കുറച്ച് കുറവാണ്, മറ്റേ ഡെയിലി ചില സ്ഥലത്തൊക്കെ നല്ല ഉണ്ടാവലുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് പരിപാടിക്ക് തുടങ്ങി. അത്താഴത്തും കഴിച്ചിരുന്ന കുറച്ച് ഫുഡ് അവിടെ ബാക്കി വെച്ചതും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ മോക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചതായിരുന്നു. പിന്നെ തലേന്ന് രാത്രി യൂസ് ചെയ്ത പാത്രങ്ങളൊക്കെ ഉണങ്ങാൻ വേണ്ടി വെച്ചതായിരുന്നു അത്. അപ്പോൾ ഈ കിച്ചൺ അങ്ങനെ യൂസ് ചെയ്യലില്ല, പുറത്തുള്ളൊരു കിച്ചണാണ് അങ്ങനെ യൂസ് ആക്കല്. അപ്പോൾ അതാ ഉണങ്ങാൻ വേണ്ടി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ഷെൽഫിലേക്ക് എടുത്ത് വെച്ചിട്ട് എല്ലാം ഉണങ്ങാൻ വേണ്ടി നമ്മൾ കഴുകി കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ഒന്ന് അത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കിച്ചണിൽ തിണ്ടിലാണ് കൊണ്ടുപോയി വെക്കൽ. ഇതാണ് കിച്ചൺ. ഇവിടെ ഇത്രയേ ഉള്ളൂ, ഒരു മിക്സി ഉണ്ട്, പിന്നെ ഒരു ഓവൺ ഉണ്ട്, അത്രേ ഉള്ളൂ. ഇതാണ് പുറത്തുള്ളൊരു കിച്ചൺ. ഇതൊരു ചെറിയൊരു കിച്ചണാണ്. ഇവിടെയാണ് വിറക് യൂസ് ചെയ്യാനുള്ള അടുപ്പും ചെറിയൊരു ഗ്യാസ് അടുപ്പുണ്ട്. അവിടുത്തെ ഗ്യാസ് അടുപ്പ് അങ്ങനെ യൂസ് ചെയ്യലില്ല, ഇവിടെയാണ് മൊത്തം യൂസ് ചെയ്യൽ. അത് കഴിഞ്ഞ് മോക്ക് നോമ്പില്ല, മോക്ക് സ്കൂളുണ്ടായിരുന്നു. അവൾ ചെറിയ കുട്ടി ആയതുകൊണ്ട് അവൾക്ക് നോമ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവൾക്ക് ഉച്ചയ്ക്ക് ചോദിച്ചിട്ടുള്ള കൂട്ടാനോ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകിക്കാൻ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴുകി വെച്ചു. നമ്മൾ രാത്രിക്കത്തെ ഫുഡ് കഴിച്ചതിൻ്റെ കുറച്ച് ബാക്കിയൊന്ന് മൂടി വെച്ചതും അങ്ങനത്തെ കുറച്ചെല്ലാം കൊണ്ട് എല്ലാം കാലിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. ഞാൻ ഈ പാത്രങ്ങളൊക്കെ ചില സമയത്ത് ഈ എക്സോ പൗഡർ, സെബീന പൗഡർ അങ്ങനത്തെ ആ പൊടികൾ യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു നിറം കിട്ടും. നമ്മൾ ഈ ചായയൊക്കെ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ എപ്പോൾ ഇങ്ങനെ ചായ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചോന്നിങ്ങനെ നിൽക്കുമല്ലോ, ഒരു കറ പിടിച്ച പോലെ നിൽക്കും. അപ്പോൾ അതൊക്കെ ഇതുകൊണ്ടിട്ട് അരച്ചാൽ നല്ലൊരു, നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും, സാധാരണ മിക്കവരും യൂസ് ചെയ്യുന്നതാണത്. അപ്പോൾ ഇതിങ്ങനെ കഴുകിയപ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു പിടുത്തം ഇളകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ ഞാൻ എപ്പോഴും കിച്ചണിൽ തന്നെ വെക്കും. ഇതേപോലെ പിടികളൊക്കെ ഇളകുന്നുണ്ടെങ്കിൽ അപ്പോഴേക്കപ്പോഴേ അതിൻ്റെ ടൈറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ടൈറ്റാക്കി കൊടുത്ത് ഇത് ചോറ് വെച്ചിരുന്ന ഒരു
എന്താണ് കുറച്ച് ചോറ് എന്തോ ഉണ്ടായിരുന്നു, അതോടെ മാറ്റി വെച്ച് കഴിക്കാൻ വെച്ചു. അതിൻ്റെ ഇടയ്ക്കൊന്ന് പുറത്ത് പോകേണ്ടി വന്നു. അങ്ങനെ മോക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വെള്ളമായിരുന്നു കേട്ടോ. ചെറിയ ജീരകം തിളപ്പിച്ചിട്ട് അതും കൂടെ ആയിട്ട്, പിന്നെ ചോറ് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും കൂട്ടാനും വെള്ളവും മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പോൾ അതാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം തിണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോഴേക്കും വെള്ളം തിളച്ചു. മോക്കുള്ള കൂട്ടാനാണ്, സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതാണത്. അതങ്ങനെ ഇതാക്കിയിട്ട് അപ്പം എന്നെ അത് ഫ്രൈ ചെയ്തതിൻ്റെ പാത്രം അതുപോലെ തന്നെ വേഗം ബാക്കിയുള്ളതും കൂടെ കഴുകിയുള്ളത് അതപ്പം തന്നെ കഴുകിയാക്കി വെച്ച്. പിന്നെ ഉള്ളത് നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ പൊടി ഇട്ടുകൊണ്ട് തന്നെയാണ് എല്ലാ സിങ്കും വാഷ് ബേസുകളും എല്ലാം ഞാൻ അതിട്ടുകൊണ്ട് ഡെയിലി സിങ്കുകളൊക്കെ യൂസ് ചെയ്യുന്ന സിങ്ക് ഡെയിലി അതുകൊണ്ട് ഇട്ട് ഒരുക്കും. വാഷ് ബേസുകളൊക്കെ ഡെയിലി ഉരച്ചില്ലെങ്കിലും ഡെയിലി ഉരക്കും. പക്ഷെ ആ പൗഡർ ഇട്ടുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലൊക്കെ നല്ലൊന്ന് സ്ക്രബ് ചെയ്ത് കൊണ്ട് അരക്കും. ഇത് ഉള്ളിലെ കിച്ചൻ്റെ സിങ്കാണ്. ഇവിടുന്നാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ കിണറ്റിൽ നിന്ന് നേരെ പൈപ്പ് വഴി വരുന്ന അവിടുന്ന് അത് എടുക്കുന്നതൊക്കെ ഈ അകത്തുനിന്നാണ് എടുക്കുന്നത്. ഈ ഒരു സിങ്കിൽ വെച്ചിട്ടാണ് എടുക്കൽ. ചിലപ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാനൊക്കെ ഇവിടുന്നാവും കൈ കഴുകുക. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു എണ്ണമയക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതും ഡെയിലി ഒന്നങ്ങനെ കഴുകും. പിന്നെ അത് കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പം ഞാൻ ഈ പുൽത്തൈലത്തിൻ്റെ അത് ഫനോയിൽ എടുത്തിട്ട് ഇങ്ങനെ ആ പുൽത്തൈലത്തിൻ്റെ എസൻസ് എടുത്തിട്ട് അതിങ്ങനെ ഇച്ചിരി വെള്ളമൊക്കെ ആക്കിയാണ്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ സ്പ്രേ ചെയ്തിട്ടാണ് കൗണ്ടർ ടോപ്പൊക്കെ തുടക്കൽ. കാരണം ഈ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് ഈച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടും പിന്നെ സ്മെല്ലിനും എല്ലാം കൊണ്ടും നല്ലതാണല്ലോ. അപ്പോൾ ഞാനതങ്ങനെ ചെയ്യൽ. സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അതിൻ്റെ എസൻസ് വാങ്ങിക്കട്ടെ. എസൻസിലും കുറച്ച് വെള്ളം ഒറ്റിച്ചിട്ട് അങ്ങനെ ഇതാക്കും. പിന്നെ ഇത് കിച്ചണിൽ നമ്മൾ കഴിക്കാനിരിക്കുന്ന ടേബിളിൻ്റെ അവിടെയുള്ളൊരു വാഷ് ബേസാണ്. അപ്പോൾ അതേ സമയം തന്നെ ഞാൻ ഈ ജനവാതിലൊക്കെ ഇങ്ങനെ ഉണ്ടാകും ഇച്ചിരി പൊടിയോ മാറാലയോ എന്ന് തുടച്ചാലും ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇത്തിരി ഉണ്ടാവും. അപ്പോൾ ഈ ഡെയിലി അതങ്ങനെ തുടച്ച് പോകുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നമ്മളിങ്ങനെ കൈ തുറക്കുന്ന ഭാഗം, നമ്മൾ കൈ തട്ടുന്ന ഭാഗമൊക്കെ ഇങ്ങനെ ഓരോ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ അടയാളങ്ങളായി നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടക്കുമ്പോൾ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെയിലി ഇതേമാതിരി ഒന്ന് തുടക്കും. അതേപോലെ ഇത് ഹോളിലെ വാഷ് ബേസാണ്. ഇത് വല്ലാണ്ട് യൂസ് ചെയ്യലില്ല, എന്നാലും ഇടയ്ക്ക് ഒന്ന് കഴുകാഞ്ഞാൽ ഇതിങ്ങനെ ഒരു കറ പിടിച്ചുകൊണ്ട് നിൽക്കും, ഒരു ചോപ്പ് പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ പിന്നെ അതൊന്നും ഇങ്ങനെ വരച്ച് കഴുകും. അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പുറത്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ മോളെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് വേണം പോകുന്നത്. കാരണം വൈകുന്നേരം മുഹറം 10 അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സാധനം വാങ്ങിക്കണം. അങ്ങനെ അവിടെയും തുടച്ച് കഴിഞ്ഞതിന് ശേഷം മോളെ സ്കൂൾക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് അവളെ ഒരുക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഇതാണ് അവൾ കുളി കഴിഞ്ഞ് വന്ന് നിൽക്കണം. അവൾക്ക് ഇടാനുള്ള ഡ്രസ്സാണിത്. അങ്ങനെ അവളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുത്ത് അവൾ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അത് കഴിഞ്ഞ് പിന്നെ അടിച്ചു വാരൽ തുടക്കൽ ആ ഒരു പണിയായി. അങ്ങനെ അടിച്ചു വരുമ്പോൾ തന്നെ ജനവാതിലും അതിൻ്റെ ചുറ്റുവട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഞാൻ ചൂലുകൊണ്ടൊന്നും ഇങ്ങനെ തട്ടും. കാരണം മാറാലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും, എന്ന് തട്ടിയാലും ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും. അങ്ങനെ
അടിച്ചു വാരൽ കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടക്കലും കൂടെ കഴിഞ്ഞ് തുടക്കൽ ഞാൻ ഇതിൽ പെടുത്തിയിട്ടില്ല. പോകാൻ ലേറ്റാവും. വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമയം വേണമല്ലോ. അപ്പോൾ ഞാൻ അത് തുടക്കൽ പറ്റിയിട്ടില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഡ്രസ്സൊക്കെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അങ്ങനെ കുളി കഴിഞ്ഞപ്പോഴേക്കും പോകാൻ നോക്കുമ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ബാങ്ക് കൊടുത്ത് ലോറിന്. അപ്പോൾ പിന്നെ നിസ്കരിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ നിസ്കരിച്ച് പോയാൽ പിന്നെ നമുക്ക് സമാധാനത്തോടെ വരാമല്ലോ. അങ്ങനെ പിന്നെ ബൈക്കിനാണ് ഞങ്ങൾ പോകുന്നത്. കുറച്ച് ഉള്ളോട്ടാണ് വീട്, മെയിൻ റോഡിൽ നിന്ന്. അപ്പോൾ സ്കൂട്ടി എടുത്തിട്ടാണ് പോലെ. അങ്ങനെ ഇവിടുന്ന് മലപ്പുറത്തേക്ക് ടൗണിലെത്തണ്ട, അതിന് മുന്നെയാണ് സൂപ്പർ മാർക്കറ്റിലാണ് പോകേണ്ടത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ആരെയും കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കണം. അങ്ങനെ ഞാനും മോനും കൂടെയാണ് പോയത്. മോനന്ന് സ്കൂളിലായിരുന്നു. അപ്പോൾ അവനെയും കൊണ്ടാണ് ഞാൻ പോയത്. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലെത്തി. ആദ്യം കുറച്ച് ബിരിയാണി റൈസ് വാങ്ങണമായിരുന്നു. അപ്പോൾ ബിരിയാണി റൈസ് ജോക്കറിലുള്ള ഒരു റൈസാണ് വാങ്ങിച്ചത്. പിന്നെ താത്താക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഞാൻ വേറെ വേറെ കവറിലാക്കിയിട്ട് വാങ്ങിച്ചു. സവാള, തക്കാളി, അങ്ങനെ നമ്മൾ ബിരിയാണി വെക്കാനായിരുന്നു വിചാരിച്ചിരുന്നു വൈകുന്നേരം. അപ്പോൾ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ വീട്ടിലുണ്ട്, പക്ഷെ നമ്മൾ തികയാത്തതിന് സാധിച്ചു. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് താത്താക്കുള്ളതും ഒരു ഭാഗത്തുള്ളത് ഞങ്ങൾക്കാണ്. അപ്പോൾ മാറണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഇതാക്കി വെച്ചതായിരുന്നു. പിന്നെ കുറച്ച് ക്യാരറ്റ്, കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ എടുത്തു. ഇവിടുന്ന് ഈ സെക്ഷനിൽ നിന്ന് ഒരു 6 kg നെയ്യിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു, ചെറുതാണ് വാങ്ങിച്ച്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് പിന്നെ വൈകുന്നേരമായി. ആശ്രയിച്ച് പിന്നെ നോമ്പ് തുറക്കുള്ള പരിപാടിക്ക് എടുക്കാനുള്ള സമയമായി. അങ്ങനെ ചോറും പരിപാടിയും, മസാല ചിക്കൻ കൊണ്ട് ബിരിയാണിയാണ് വെച്ചത്. അപ്പോൾ പൊരിക്കാതെ ആ ചിക്കൻ അതുപോലെ മസാല ആക്കിയാണ്ട് വെക്കുന്നത്. പൊരിച്ചിട്ടും ബിരിയാണി ആക്കി വെക്കലുണ്ട്. ഇത് പിന്നെ സെപ്പറേറ്റ് ഒന്ന് കുട്ടികൾക്ക് പൊരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ചിക്കനും പൊരിച്ച്. അങ്ങനെ ഫുഡ് റെഡിയായി. അങ്ങനെ നോമ്പ് തുറന്ന് ഞങ്ങൾ നിസ്കാരം ബാങ്ക് കൊടുത്ത് നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ അതിങ്ങനെ ദമ്മിട്ട് വെച്ച ചോറാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് മസാല വേറെ, ചോറ് വേറെ. നിങ്ങളെല്ലാവരും എങ്ങനെയാണ് വെക്കലെന്ന് അറിയില്ല. ഞങ്ങളെങ്ങനെയാണ് ഈ ഒരു തരത്തിൽ നാടൻ കുറേ മുന്നേ ഉള്ള ചോറ് ഇങ്ങനെയാണ് വെക്കൽ. ഇപ്പോൾ പല വെപ്പുണ്ട്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് നോമ്പ് തുറന്നത്. പിന്നെ തൈര്, സാലഡ് ഉണ്ടാക്കി, പിന്നെ തേങ്ങാ ചമ്മന്തി, ബിരിയാണിക്കെല്ലാം കോമ്പിനേഷനാണല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെയാണ് തീർന്നു.